1 പത്രോസ് 3:17 നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. എന്തൊരു വലിയ ഒരു വചനമാണ്. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടതയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിന്മ പ്രവർത്തിച്ചിട്ടും കഷ്ടതയാണ് ലഭിക്കുന്നതെങ്കിൽ നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത ലഭിക്കുക എന്നതിനു വേണ്ടി നീ ഓപ്റ്റ് ചെയ്യണമെന്ന് കർത്താവ് പറയുക. എന്തൊരു വലിയ വചനമാണ്. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലതാണ്. അപ്പോൾ ഒരു വിശുദ്ധിയുടെ വളർച്ചയാണ് കാണുന്നത്. വിശുദ്ധിയിലേക്കുള്ള വളർച്ച ഇപ്രകാരമാണ്. സ്നേഹമുള്ളവരെ, നേട്ടം, ക്രൈസ്തവ ജീവിതത്തിൻ്റെ നേട്ടം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ജീവിക്കുക എന്നതാണ് നേട്ടം. അതിൻ്റെ ഫലങ്ങൾ എന്നതിൻ്റെ അപ്പുറത്ത് ഏത് ഫലങ്ങൾ വന്നോട്ടെ അപ്പോഴെല്ലാം നന്മയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി നിൽക്കുക. നല്ലതായിക്കൊള്ളട്ടെ, തിന്മയായിക്കൊള്ളട്ടെ, അത് ഇഷ്ടപ്പെടുന്നതായിക്കൊള്ളട്ടെ, ഇഷ്ടപ്പെടാത്തവയായിക്കൊള്ളട്ടെ, ആഗ്രഹിച്ചതായിക്കൊള്ളട്ടെ, ആഗ്രഹിക്കാത്തവയായിക്കൊള്ളട്ടെ, ഇതിനല്ല മുൻതൂക്കം. മറിച്ച് ചാരി നിൽക്കുക എന്നുള്ളതാണ്, അവനോട് ചേർന്ന് നിൽക്കുക എന്നതാണ് പ്രധാനം. ഫലങ്ങൾ അത് സ്വർഗം തരുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എത്ര വലിയ ഒരു വിശുദ്ധി അനുഭവത്തിലേക്കാണ് നമ്മൾ വളരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വചനം ആഴത്തിൽ മനസ്സിലാക്കി ആഴത്തിൽ അതിൻ്റെ വളർച്ച ജീവിതത്തിൽ പടരാൻ വേണ്ടി പ്രത്യേകം ആഗ്രഹിക്കണം. സ്നേഹമുള്ളവരെ, ഈ വചനം മാംസം ധരിക്കട്ടെ. പ്രാർത്ഥനയോടെ കൂടുതൽ പ്രാർത്ഥനയോടെ ദിവസം ചെലവഴിക്കാൻ കഴിയട്ടെ. ഈ വചനം കൂടുതൽ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, ചേർത്ത് പിടിക്കണം. ദൈവം നമ്മളെ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. ആമേൻ.